നീ ഇത് കുത്തിക്കൊണ്ട് പോണെങ്കിൽ ഇരുന്നാ നീ ഇതും കുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലൊരവസ്ഥ അറിയാം നിനക്ക്. എന്നോട് ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യം ഓർമ്മ ഉണ്ടോ? എടോ, നമ്മളെ വീട്ടിലൊരു സ്വസ്ഥതയില്ല. എന്ത് നോക്കട്ടെ ഞാൻ നമ്മുടെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അച്ഛനൊരു പ്രശ്നമില്ല. മാസത്തിലെ 8000 രൂപ ഇങ്ങനെ ചോടയായിട്ട് എണ്ണി കൊടുത്തിട്ടാണ് ഡോക്ടർക്കുള്ള മരുന്ന്, മറ്റു കാര്യങ്ങൾ ഡോക്ടർ പറയുന്ന മരുന്ന് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. 8000 രൂപ മാസം. ഒക്കെ ശരി, നമ്മള് മക്കളല്ലേ. ഞാൻ പറയണല്ലോ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി. നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. എങ്ങനെ ഇങ്ങനെ ജീവിച്ച് ജോലി ചെയ്ത് ജീവിച്ചാ മതിയോ? അല്ല, അത് പോരാ. ശരി തന്നെയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്ത് കാര്യമുണ്ട്? അച്ഛനെ പേടിയാണുള്ളത് നമുക്കറിയോ? അച്ഛനാ ഒരു രാവിലെ പോയി എവിടെയോ പോയി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അതാ പ്രശ്നം. ഞാൻ എന്നോട് മുന്നേ പറയുന്ന ഇത് രാവിലെ ഇവിടെ ഇറങ്ങും. ലോയിക്കാരും പറഞ്ഞ് തെണ്ടി തിരിഞ്ഞ് മറ്റേ കടലയും മറ്റേ ഓരോ പരിപാടി ആയിട്ട് ഇങ്ങോട്ടോട്ട് നടക്കാനല്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ പുറത്തുണ്ടായിരുന്നു. ശരിക്കൊക്കെ വെള്ളം പറഞ്ഞു കൊടുത്താ അന്ന് കുറച്ച് കാഴ്ച കുറവുണ്ടെന്നുള്ളു മക്കളെ. എവിടെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതിന് അച്ഛനെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതാ. അല്ല അങ്ങനല്ല. അല്ല അല്ല അങ്ങനെ അച്ഛനെ പറ്റി സംസാരിച്ചല്ല. നമ്മുടെ ജോലി ഇവിടെ കാര്യം മാത്രല്ല. അച്ഛൻ അവിടെ പോയി അത് കണ്ടില്ല രാവിലെ. അതൊന്നല്ല. അച്ഛൻ പറഞ്ഞതല്ലേ കേട്ടാ. ഞമ്മക്കൊരു പെട്ടെന്ന് ജീവിതം പോയി. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞങ്ങൾക്കിപ്പോ ജോലിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു ജീവിതം വേണ്ടെന്ന് ചോദിച്ചാൽ അച്ഛന് മനസ്സിലായോ? ഇതുവരെ ജീവിച്ചു നോക്കും. ജീവിതം നമുക്കൊരു കുടുംബജീവല്ലേ? ഒരു കുടുംബജീവിതം നമുക്ക് വേണ്ടേ? അതിപ്പോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ല പറഞ്ഞില്ല. ആയിക്കോട്ടെ, അച്ഛൻ പറഞ്ഞില്ല. നമ്മള് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നുണ്ട്. ഞങ്ങള് കിട്ടിയ ശമ്പളം കൊണ്ട് മാന്യമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാക്കി പറയല്ല. ഈ അച്ഛൻ ഇത്രയും കാലം 10-50 പിന്നെ രാജേട്ടന്റെ അവിടെ കമ്പനിയിൽ ജോലി ചെയ്തു. 10-50 കൊല്ലം അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. 50 വർഷം. എന്നിട്ട് ഉണ്ടായതോ എന്തുണ്ടായി? എന്തെങ്കിലും ഗ്രാറ്റുവിറ്റി എന്തെങ്കിലും കിട്ടിയോ? പ്രോവിഡന്റ് ഫണ്ട് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ആകെ ഉണ്ടായിട്ട് പൊട്ടിപ്പൊടിയാനായിരുന്നു. മക്കളാ ചെറുപ്പത്തില് മുലകൂടി മാറി ഒരു 5-6 വയസ്സാകുമ്പോഴേക്ക് അമ്മ അങ്ങ് പോയി അല്ലേ? പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ ജീവിച്ച്. അന്ന് മുതൽ നിങ്ങളെ വിദ്യാഭ്യാസം, നിങ്ങളെ ഷർട്ടും കുപ്പായവും, നിങ്ങൾ ഇടുന്ന എല്ലാം, നിങ്ങളിപ്പോ കിട്ടുന്ന ജോലി ഉണ്ടല്ലോ, അതിനൊക്കെ സഹായിച്ച ആരാന്ന് ഓർമ്മ? അതൊക്കെ മറക്കാൻ പറ്റുമോ? പിന്നെ ആനുകൂല്യം ചോദിച്ചു രാജ്യത്തിന്റെ അടുത്ത് ഞാനെങ്ങനെയാണോ പോവുക? അല്ല അതൊന്നും അല്ല എന്നെ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല പറ്റി. അതെ, എന്താണ് കാര്യം? അച്ഛൻ ഒന്ന് കാര്യമായിട്ട് ആലോചിക്കും. നമുക്ക് അത്ര പറയാനുണ്ട്. ഇത്രയും കാലം ഞാൻ ആലോചിച്ചൊന്നും പോരെ. അല്ല എന്തായാലും അച്ഛൻ കാര്യം ചെയ്യും. ഞങ്ങൾക്ക് എന്തായാലും ഓഫീസിൽ പോകുന്നില്ലേ? ഈ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകുന്നതിനാ ഒരു വണ്ടിയിലെ പെട്രോൾ കത്തിച്ചാൽ മതി. നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് അത് അച്ഛൻ മനസ്സിലാക്കുക.
ഇതൊന്നും ഞാൻ മനസ്സിലാക്കാനില്ല. മക്കളിപ്പോ പോയിട്ടുണ്ട്. അല്ല അച്ഛനൊരു പണിയാണ്. ആ സമയം ഞാനേ ആ വാഷിംഗ് മെഷീനിൽ കുറെ വസ്ത്രം അലക്കാനിട്ടുണ്ട്. വാഷിംഗ് മെഷീനില് വസ്ത്രം എടുത്ത് അലക്കാനുണ്ടോ? അല്ല അലക്കാനിടല്ല, അത് ഉണക്കാനിടും. ഇതൊക്കെ പതിവായി ഞാൻ ചെയ്യുന്നതല്ലേ. മിക്സിയിൽ ഞാൻ പരിപ്പിട്ട് അതല്ല രാവിലെ ലേശം അച്ചപ്പോ പുറത്തായി പോയി. അത് ക്ലീനാക്കണം. മക്കള് സമാധാനം മുറ്റടിച്ചു വല്ല അച്ഛന്റെ ജോലി തന്നെയല്ലേ കുറെ കാലമായി. ആയിക്കോട്ടെ, പോയിട്ടുണ്ട്. മക്കള് പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കാറ് ആലോചിക്കണേ. ആലോചിക്കണേ. പുതുതായിട്ട് അച്ഛൻ നിങ്ങളൊന്നും പഠിപ്പിക്കണം. അല്ലല്ല, ഞങ്ങളുടെ ഒരു ജീവിതത്തെ കുറിച്ച് അച്ഛനൊന്ന് ചിന്തിക്കണം. ഓക്കെ രാഘവ രാഘവ ഒന്ന് പോയി കഴിഞ്ഞാൽ ചുറ്റുപാട് മുഴുവൻ വൃത്തിയാക്കണം. അല്ല ഞാൻ നാളെ ബീച്ചിലൂടെ വരികയെ പഴയ പ്രേംശങ്കർ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു ചുള്ളനായിട്ട് വിളിച്ചു ശശീന്ദ്രൻ കൊണ്ടുവന്നതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എവിടെങ്കിലും നമുക്ക് തരാക്കണം. അല്ല പണ്ടത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണം. സമയം പോകണം. Very good. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ല കാര്യം. അല്ല ഇതെന്താ പരിപാടി? അച്ഛനെ എന്ത് സമാധാനിപ്പിക്കാൻ? നിങ്ങള് എല്ലാ ദിവസവും രാവിലെ എന്നോട് സമാധാനിപ്പിക്കല. ഇതെന്താ ക്ലബോ? ഇത് ജഗദീഷ് മാഷല്ലേ, ചെറുപ്പത്തിലെ നിങ്ങൾ അറിയുന്ന ആൾക്കാരല്ലേ? ശരി തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ഇവിടെ വരിക കംപ്ലീറ്റ് ഇവിടെ അട്ടഹാസം ചീട്ട് കളി ഇത് എന്തിനാണിത്? മാത്രല്ല ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വന്ന സ്ഥിതി എന്താ? ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് വരില്ലേ? കുഴപ്പമുണ്ടായില്ല മോനെ. അല്ല കുഴപ്പത്തിന്റെ അല്ല അല്ല അതൊക്കെ ശരി തന്നെയാണ്. വേറെ സംഭവം പറഞ്ഞതാ.
കേൾക്കുമ്പോ ആരോഗ്യമായിട്ട് വിചാരിക്കണ്ട, ഞമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇവിടെ നടക്കൂല. അതന്നെ. കാരണം എന്താ വെച്ചാ രാവിലെ വരിക, വൈകുന്നേരം പോവാ, ഒരു ചീട്ട് കളിക്കുക. എന്താ ഇത് ചന്തയോ? എന്ത് കഥ? നിങ്ങള് പോകണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചില്ല. ഞാൻ പറഞ്ഞില്ല. ഉദ്ദേശം മനസ്സിലായി. ഞങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോ അല്ല, അതൊന്നല്ല. നിങ്ങളൊരു മാഷൻ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വീടിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഞാനൊരു മാസമായതുകൊണ്ട് അവരെ സമാധാനിക്കാൻ അവിടെ വരുന്നത്. ഇത് എല്ലാ ദിവസവും വന്നാൽ മാഷപ്പെടാൻ ഞങ്ങളൊരു കുടുംബമായിട്ട് ഇരിക്കല്ലേ. ഇത് വേണമെന്ന് വിചാരിക്കുന്നത് ഞമ്മക്ക് ശരിയാവില്ല. അല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞ അത് വേറെ കാര്യം. പക്ഷേ രാഘവ, നിങ്ങൾക്ക് അങ്ങനെ അച്ഛാ, അതെ, അച്ഛനൊരു ഒരു വലിയ വിഷമം വിചാരിക്കണ്ട. എനിക്ക് കുറച്ച് കാര്യമൊക്കെ മനസ്സിലാവും. മാഷൊക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ റേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റേഷൻ വാങ്ങിയില്ല. ഞാനത് പോയി വാങ്ങിക്കോട്ടെ. അതാണ് ചോദിച്ചോട്ടാ. എത്ര ഒരാഴ്ചയെ പറഞ്ഞിട്ട് ഒരാഴ്ച ജനലിന്റെ മുകളിൽ റേഷൻ കാർഡ് വെച്ചിട്ട് രണ്ടാഴ്ച എന്താണ് ചെയ്യാ? അച്ഛനൊരു കാര്യം ചെയ്യും, അതൊക്കെ എടുത്ത് പോയിക്കോളിട്ടോ. അല്ല, പിന്നെ ഞാൻ വീണ്ടും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അച്ഛന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ലോക തോൽവിയാ, ഭൂലോക പരാജയ. ഈ അച്ഛൻ ഇവിടെ ഉണ്ടായാല് അതിപ്പോ കാര്യമുണ്ട്. ഇതിപ്പോ ഏട്ടനും ഞാനും അച്ഛൻ ഇവിടെ ഉണ്ടായാലും അച്ഛൻ ഇവിടെ ഉണ്ടായാലും അവരുടെ എന്തെങ്കിലും കാര്യമുണ്ട്? ഇല്ല. തീരുമാനമാണ്. വേണം. അത് ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താ പറയോ, അച്ഛനെ മാറ്റുന്ന കാര്യല്ലേ? അച്ഛനെ മാറ്റുന്ന കാര്യമാണ്. പക്ഷേ നമ്മള് പറഞ്ഞ പോലെ വൃദ്ധസദനത്തെ കൊണ്ടിടാന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ജനങ്ങള് പറയും, ജനങ്ങൾ പറയും അതാ പ്രശ്നം. അതൊരു വിഷയമാണ്. പക്ഷെ വേറെ കാര്യം കേട്ടത് മുന്നോട്ട് പോകൂല. മുന്നോട്ട് പോകില്ല. നമ്മളെ കാര്യം പോക്ക് എല്ലാം അബദ്ധം. ഭൂലോക തോൽവി എന്ന് പറഞ്ഞാ നമ്മള് രണ്ടാളും അല്ലെ ഞാൻ അറിയില്ലേ, ഈ ഒരു സൗത്ത് ഇന്ത്യയിലല്ലാതെ എവിടെയും പോയി കണ്ടിട്ടുണ്ട് ഇല്ലല്ലോ. അച്ഛന്റെ സ്ഥിതിയല്ല. അല്ല, നമ്മുടെ ശശീന്ദ്രൻ എന്നോട് പറഞ്ഞു. ശശീന്ദ്രൻ മറ്റേ ശശീന്ദ്രൻ മറ്റേ ഹസ്ബൻഡല്ലേ അച്ഛൻ്റെ? അതെ അതെ അതെ. ഒരു കാര്യം, രാഷ്ട്രപതിന്റെ അവാർഡും ഒക്കെ വാങ്ങി നല്ല ഒരു പേഴ്സണാലിറ്റിക്കാണ്. പക്ഷെ മൂപ്പര് ഇവരൊക്കെ വിളിച്ചിട്ട് അത് അവരുടെ ദുഃഖത്തുള്ള ചന്ദ്രേട്ടനില്ലേ, മൂപ്പര് വിളിച്ചു പറയും ഡെറാഡോണും പോവാണ്. മൂപ്പർക്ക് എന്താ 36 റുപ്യ എണ്ണി കൊടുത്ത്, മനസ്സിലായില്ലേ അച്ഛന്? 36 എന്റെ മോതിരം അന്ന് കയറിയതാ, ഇപ്പോഴും കൊടുത്തില്ല. 36,000 റുപ്യ എടുത്ത് കൊടുത്ത്. പിന്നെ വേറെ വീഴ്ച ഞാൻ പറഞ്ഞില്ല. അല്ല, അതൊക്കെ പറഞ്ഞു പറഞ്ഞു. അല്ല പറഞ്ഞാൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാ, ഇതിനിടയിൽ ഈ ചന്ദ്രേട്ടനെ പിന്നെയും വിളിച്ച് കൊടൈക്കനാലിൽ പോകും. ടൂറിന്റെ ആൾക്കാരല്ലേ? ആ അല്ല, അപ്പൊ നമ്മുടെ സജിത്തിന്റെ കാര്യം സജിത്തിനറിയാം. നമ്മളെ സുഹൃത്ത് അല്ല, അതെ നമ്മളെ ഫ്രണ്ട് അല്ലേ? നമ്മളെ ഫ്രണ്ട് സഹിത്ത് നമ്മളെ വിളിക്കാൻ വേണ്ടി കാലത്രയും പോകാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. മൂപ്പര് ടൂറൊക്കെ പോയി തോന്നുന്നല്ലേ? എന്റെ മോതിരം മാറ്റില്ലേ, ഞാൻ പാകണ്ടായി. ഈ പറഞ്ഞ കാക്ക വിളിക്കുമ്പോൾ കാട് കയറിയിട്ട് കാര്യം. അതെ, അച്ഛനെ ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛനെ നമ്മൾ വൃദ്ധസദനത്തിലാക്കുക എന്ന് പറഞ്ഞാല് നാട്ടുകാർ പലതും പറയും. അത് പണി, അത് പറ്റില്ല. പക്ഷെ അച്ഛനെ ഇവിടുന്ന് മാറ്റിയേ മതിയാവും. മാറ്റാണ്ട പറ്റൂല. ഞാനേ ഒരു ചെറിയ പരിപാടി, നമുക്ക് ഈ മാഷതരം എന്ന് വിളിച്ചാലോ? പ്രദേശ മാഷ തീർച്ചയായിട്ടും അച്ഛനെ സുഹൃത്താണ്. തെറ്റിപ്പോയെങ്കിൽ ആരോഗ്യം ചെറുതായിട്ട് അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും നീ ഒന്ന് വിളിച്ചോ. കയ്യെങ്കിലും സ്പീക്കർ. എന്റെ ഫോണടി. ഹലോ ഹലോ, ജയശ്വാസല്ലേ? ഞാനാണ്. അതെ, എന്താ വിളിക്കാൻ കാരണം? സംസാരത്തിനൊരു
ഷാജിയാണ്. എന്താ വിളിക്കാനൊരു പ്രത്യേക കാരണം? പ്രത്യേക കാരണമൊന്നും വേണ്ടല്ലോ, അങ്ങനെയൊക്കെയല്ലേ. പിന്നെ മാഷിപ്പോ പറഞ്ഞാല് ഈ അങ്ങനെ നേരത്തെ ഒരു അറിവ് വിചാരിക്കണ്ടോ. എന്താ അച്ഛന്റെ വിശേഷം? അച്ഛന് കുഴപ്പമില്ല മാഷെ. ഞങ്ങള് ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഹലോ ഹലോ, പറഞ്ഞു. ഒരു കാര്യം ചോദിക്കാനാണ് മാഷ വിളിച്ചത്. അല്ല, ഈ അച്ഛനെ സുരക്ഷിതമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റും? എന്താ എന്റെ ഉദ്ദേശം? വൃദ്ധസദനത്തിൽ എങ്ങനെ ആക്കാനാണോ? അയ്യേ, അങ്ങനെ ചിന്തിച്ചിട്ട് കൂടില്ല. അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അച്ഛനെ ആക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ഒന്ന് ആലോചിച്ച് തിരിച്ചു. ഞാൻ ഒന്ന് രണ്ടാളെ വിളിച്ചു. പക്ഷെ വിളിക്കണേ. ഓക്കെ. ആയിക്കോട്ടെ, അതൊന്നുമില്ല മാഷ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ദേശമാഷല്ലേ, ഒരു പ്രശ്നമൊന്നും വരില്ല. ഇല്ല ഇല്ല, ഹലോ. ഞാനേ ഒരു കാര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങള് ഓഫീസ് ഞാൻ ഒരു അഡ്രസ് തരാം. അവിടെ പോയിട്ട് നിങ്ങൾ അവരുമായി സംസാരിച്ചിട്ട് വേണ്ട വെച്ചിരിക്കാം. ഞാനെല്ലാം വിളിച്ചു പറഞ്ഞ ഏർപ്പാട്. ഒരു ഇന്റർനാഷണൽ സ്ഥാപന. അതിന്റെ പേര് ഞാൻ അയക്കുന്നത് വാട്സപ്പിൽ അയക്കാറുണ്ട്, എല്ലാ അഡ്രസ്സും. ഒരു ഇന്റർനാഷണൽ സ്ഥാപനം. ഞാൻ അറിയുന്ന എന്റെ ഒരു സ്റ്റുഡന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജവഹർ എന്നൊരാളുണ്ട്, അവനെ പോയി കണ്ടോ? അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ ഞങ്ങള് നാളെ തന്നെ ഒന്നാളെ ബന്ധപ്പെട്ടാലോ? നിങ്ങൾ നാളെ തന്നെ, നാളെ എപ്പോഴാ പോയി ഞാൻ വിളിച്ചു പറയാം. നാളെ ഞങ്ങള് 10 മണി. നാളെ ഞങ്ങളൊരു 10 മണിക്ക് അവിടെ ഓഫീസിലെ ഒരു സതീഷോ ജവഹറോ ഉണ്ടാവും. അവരെ കണ്ട് മാഷ് പറഞ്ഞാൽ മാഷ് ഒരു കാര്യം ചെയ്യണേ. ഞങ്ങൾ അച്ഛനെ ഞങ്ങള് ഒന്ന് കൊണ്ടുവന്ന് പറയണേ. ഞാൻ പറഞ്ഞോളാം. നാളെ തന്നെ കൊണ്ടുപോലേ? നാളെ തന്നെ കൊണ്ടുപോകും. നന്നായിക്കോട്ടെ. അവിടെ നന്നായി. ശരി മാഷ്, വളരെ സന്തോഷം കേട്ടോ. ശരി, ആയിക്കോട്ടെ. ശരി. അപ്പൊ സെറ്റ്. എന്താ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ അതൊന്നുമല്ല, നമുക്കൊന്ന് ജീവിക്കാം. ഞാൻ പറയുകയല്ല, നമുക്ക് ടൂർ പോകണം. കല്യാണം കഴിഞ്ഞിട്ട് ടൂർ പോയപ്പോ ഫസ്റ്റ് ടൂർ കാര്യം ചെയ്യാം. കല്യാണത്തിന്റെ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് ടൂറിന് പോവാം. ഓക്കെ, അതുപോലെ ഈ റെഡിയാക്കി വെച്ച അവരോട് പറയണ്ട. അവരെ ഒരു പറയും കല്യാണം അനുകൂലം അങ്ങോട്ടായിക്കോട്ടെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് രണ്ടാക്കും പെണ്ണിനെ കാണണ്ടേ? കാണാം. നിനക്ക് ഞാനൊരു പെണ്ണിനെ കാണട്ടെ. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ അനിയനാണല്ലോ, നിനക്ക് വേണ്ട ഒരു പെണ്ണിനെ കണ്ടെത്തിട്ട് രാമനാട്ടിൽ ഐക്യപ്പടി നോക്ക് പറഞ്ഞു. നിമ്മി എന്നാണ് പേര്. മുഴുവൻ പേര് വേറെ അല്ല, അതിന്റെ നിമ്മിനാട് കൂട്ടിക്കറി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അണ്ടമാൻ നിക്കോബാറിലൊക്കെ പോയി വന്നാണ്. പാസ്പോർട്ട് ഗവൺമെന്റ് സൗകര്യം ലോകം ചുറ്റാണ് പരിപാടി. സൗകര്യം പറയാം, മനസ്സിലായോ? നെമ്മി അഥവാ നിർമ്മൽ. ഒരു പേരുണ്ടാവും. അതെ അതെ അതെ, സുന്ദരി സുശീല. ടീച്ചറുമാണ്. ടീച്ചറാണ്. സുന്ദരിയാണ്. ഇഷ്ടപ്പെടും. അതാണ് ഒരു പ്രശ്നം. എന്താ പ്രശ്നം? അല്ല, എന്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും അതെ വലിയ കുട്ടിയൊക്കെ ആയിട്ട് വല്ലാതെ വിശദാംശങ്ങളിലേക്ക് കടക്കണ്ട. അത് നമുക്ക് സംസാരിക്കാം. ഏട്ടന് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്.
ഇരിക്കോ? അതൊന്നും പറഞ്ഞോണ്ട് അല്ല, പോയല്ല. ഇത് പറ. നിങ്ങളുടെ കേസ് പറ. നിമ്മിന്റെ കേസ് നമുക്ക് ഇരിക്കൊക്കെ. ഏറെക്കുറെ ഇവിടെ ഒപ്പിക്കാം. കാരണം ഒരു ടൂർ ഓഫർ ചെയ്താൽ വന്നോളൂ. തന്നെ? ഓ, അതല്ലേ ഒരു ടൂർ. ആയിക്കോട്ടെ. ഞാൻ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലേ? നിങ്ങൾക്ക് ഞാനൊരു ബെസ്റ്റ് നല്ല നല്ല കുട്ടികളാണ്. ചെത്തുകളവാണ്. സൗന്ദര്യം സൗന്ദര്യം രാധ ആയിക്കോട്ടെ. പേര് തിന്നത് ഓ, തീർച്ചയായിട്ടും. ആയിക്കോട്ടെ. ഫിക്സ് ചെയ്ത് ഞാൻ രാഘവന്റെ കാര്യം സംസാരിച്ചു നോക്കാം. ഭയങ്കര ഉറപ്പില്ല. നിമ്മിന്റെ കാര്യം ഏകദേശം കുറവാണ്. ഞാൻ രാവിലെ സൂചിപ്പിച്ചു. അത് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം. രാഘവന്റെ കാര്യം ഉറപ്പാക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എനിക്ക് അപ്പോൾ പോവാൻ സമയം ഏട്ടോടെ ജൂനിയറിന്റെ പോകുന്നത്. അതെ അതെ. നമുക്കത് പോവാം. നാളെ രാവിലെ 10 മണിക്ക് അച്ഛനെയും കൊണ്ട് നമ്മളെത്തുന്നു. മാഷ മെസ്സേജ് ഒന്നുണ്ട്. ആയിക്കോട്ടെ. ഷെൽട്ടർ ഇന്റർനാഷണൽ. ഷെൽട്ടർ ഇന്റർനാഷണൽ. ഷെൽട്ടർ ഇന്റർനാഷണൽ ഫറോക്ക് ഉള്ളതല്ലേ? അതെ അതെ അതെ. ഫറൂഖ് ആ ജംഗ്ഷനിലുള്ള ആള്. അതെ, അതാണ് സംഭവം. അത് നമ്മുടെ സംഗതി അറിയാം. നമ്മുടെ കോമൺവെൽത്തിന്റെ ഓട്ടോമില്ലേ, അത് ഒരു വിറ്റപ്പോ ഈ ടീമോ വാങ്ങി. വാങ്ങി. അത് ഭയങ്കര സെറ്റപ്പാ. അത് ശരി. അപ്പൊ വേറെ കാര്യം നമുക്ക് ക്ഷീണമില്ലല്ലോ. സൂപ്പർ സ്ഥലത്തല്ല ഉണ്ടാക്കി. മാത്രമല്ല വല്ലപ്പോഴും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. ഈ ലേറ്റ് ആക്കി ഞാൻ ഒരാൾ ഇപ്പോ പോവാം. നാളെ രാവിലെ 10 മണിക്ക് അച്ഛൻ അറേഞ്ച് ചെയ്യണേ. Hi, yes, Mr. Satish. Oh, wow. Nice, nice, nice. അടിപൊളി. അപ്പൊ നമ്മളെ ഫ്രണ്ട് ഓഫീസിന്റെ മുകളിൽ അടിപൊളി. Yes. Good work. Okay. പിന്നെ എന്താണ് ഇന്നത്തെ ഷെഡ്യൂൾ? കുറച്ച് ബിസി ഉണ്ട്, കുറച്ച് മീറ്റിംഗ്. ഷാജി. ഏട്ടൻ വായിച്ചു. അല്ലാതെ പിന്നെ ഞങ്ങളൊരു മാഷ് വിളിച്ചിരുന്നു. നമ്മളെ അച്ഛന്റെ കാര്യം. ഓ, നിങ്ങളുടെ അച്ഛനാണോ? അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മന്ത്ലി ഫീ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇന്റർനാഷണൽ ചാരിറ്റി അസോസിയേഷൻ ആയിട്ട് മെർജ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് വേൾഡ് ഓവർ ദി വേൾഡ് നമുക്ക് അച്ഛൻ നല്ല വളരെ ഹാപ്പി. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പറഞ്ഞാൽ മതി. ഇത് അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട്. ഹാപ്പി ആയിരിക്കണം. നമ്മൾ പിന്നെ ഫുൾ ഹാപ്പി ആയിരിക്കണം. നമുക്ക് പറഞ്ഞ കാര്യമില്ല. മൂപ്പരെ കൂടുതൽ ശ്രദ്ധിക്കാൻ വിചാരിച്ചില്ല. അങ്ങനെയല്ല, കംഫർട്ട് ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ പ്രൊവൈഡോ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ അത് സൈൻ ചെയ്ത് തരണം. ഞാൻ നല്ല ബിസിയാണ്. ഇന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സാവകാശം വായിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് അത് ഒപ്പിട്ട് നാളെ മാഷ് പറഞ്ഞോണ്ടേ ഇന്ന് ഓക്കെ ഡു വൺ തിങ്.
ആ കംപ്ലീറ്റ് എല്ലാം സൈൻ ചെയ്തിട്ട് സതീഷ് ഉണ്ടാവും ചെയ്യും. അപ്പൊ ആ മാഷ് വായിച്ചിട്ടുണ്ടാവും ഞങ്ങൾ വായിച്ചോളണമെന്നില്ല അപ്പൊ കംപ്ലീറ്റ് സൈൻ ചെയ്തു. സാർ ഓക്കെ. അപ്പൊ ഞാന് സാർ വണ്ടിക്ക് അടുത്തേക്ക് സൈൻ ചെയ്ത് തരാം. ഓക്കെ അപ്പൊ പിന്നെ ശരി ഓക്കെ അപ്പൊ സതീഷ് ഓൾസോ കുട്ടിന്റെ നമ്മുടെ താങ്കളുടെ കയ്യിലാണ്. ഞാൻ അവിടെ സൈൻ ഒരു വർഷത്തിന് ശേഷം രാഘവേട്ടന്റെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഒരു സമാധാനായി കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം കൂടെ കഴിഞ്ഞു. അല്ല ഇനി നമ്മുടെ കല്യാണം കല്യാണത്തിന് എല്ലാവരും ക്ഷണിച്ചോ? ക്ഷണിച്ചു. ആരൊക്കെ എല്ലാ ക്ഷണിച്ചു? മെയിനായിട്ടുള്ള എല്ലാ ആൾക്കാരും ക്ഷണിച്ചിട്ട് മുപ്പരെ ഈ നമ്മുടെ അച്ഛന്റെ എല്ലാ വീട്ടുകാരും ഈ പറഞ്ഞ ചന്ദ്രേട്ടനെയും ശശിയേട്ടനെയും ശങ്കരേട്ടനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. കൊണ്ടപ്പനെ വിളിച്ചോ? ഏതോട്ടൊക്കെ നമ്മളെ പാട്ടൊക്കെ പാടി നടക്കുന്ന അച്ഛൻ ഇങ്ങനെ കഥ പറയില്ലേ? ഉണ്ട്. ഓ വിളിച്ചു ആ പുതിയ രാവിലെ ഓ ആദ്യം വിളിച്ചു. ആദ്യം മുഴുവൻ കംപ്ലൈന്റ് പറയും. പിന്നെ നമ്മളെ ഹോള് ഹോള് കാലിക്കറ്റ് കാലിക്കട്ട് പരിപാടി ഇവിടെ തലേന്ന് നമ്മളെ വീട്ടിൽ വരും അല്ലേ? അല്ല ആ അച്ഛനെ ഇതാലോ അടുത്ത മാസം പരിപാടി. അപ്പൊ ഒരു മാസം അച്ഛൻ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ ഇന്ന് വരുന്ന പറഞ്ഞത് ഇപ്പൊ ഒരു മാസം സഹിക്കണം. ഒരു അല്ല കല്യാണമൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുത്തിയത്. സമയം ഉച്ചയാകുമ്പോൾ എത്തിക്കാലോ. അത് അതെ 1:30 1 മണി സമയമായി. ആ വണ്ടി വന്നിട്ടേ 2 മണിയല്ലോ. വണ്ടി വന്നു. അല്ല ഓഫീസർമാര് ഓഫീസർമാരോട് ചോദിച്ചു നോക്കാം. അല്ല അച്ഛനെവിടെ? നമ്മളെ ഷാജി യെസ് അപ്പൊ കഷ്ടപ്പെടുന്നുണ്ട് ഭയങ്കര അടിപൊളിയാ. Call me dad, man. ഒരു മിനിറ്റ്. ഇത് തകരാറ്. അല്ല ഈ പൈസ നിങ്ങൾക്ക് ഇത്രയും കണ്ടമാനം മാഷുമാ അല്ല നിങ്ങൾക്ക് ഈ കണ്ടമാനം പൈസ മെന്റലായ കൂടെ ഉണ്ടാക്കുക. ഇതിപ്പം മൂപ്പർക്കാണോ വേണ്ടത് ഇങ്ങനെയാണോ വേണ്ടത്? അല്ല നമുക്കെന്താ വർഷം അല്ല ഇതെന്താ കാരണമോ എലമെന്റ് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. അത് വലിയ ഒരു പിരി പോയില്ല ഞങ്ങൾ അച്ഛനെ പറ്റിട്ട് വിചാരിച്ചിരിക്കുന്നത് വളരെ സേഫായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഈ മാനസികമായിട്ട് ആയ കാലത്ത് നമ്മുടെ ആരോഗ്യം പോലും നോക്കാണ്ട് ഇതിന് വേണ്ടിട്ട് കുറെ അധ്വാനിച്ച് നയിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് പറ്റിയിട്ട് നാട്ടും ദുഃഖമൊക്കെ കേട്ട് നിങ്ങൾ അവിടെ കൊണ്ടാക്കിയതാ. ആ പക്ഷെ ഇപ്പൊ ആ മോന്റെ തന്തയുള്ളത് ഈ തന്ത വേറെ ന്യൂജൻ. ഇയാളെ പഴയ വിചാരിച്ച മാതിരിയല്ല, ഇയാൾ വെരി റിച്ച്. മാസം 70,000 വാടക എന്താ വരുമാനമുള്ള മനുഷ്യനാണല്ലേ. പിന്നെന്താ വിചാരിച്ചേ പഴയ തന്തയുള്ളത് മാസം 20,000 വരുമാനം ഉണ്ടായില്ലേ. ആ കഴിഞ്ഞ ഒരു കൊല്ലത്തിലെ 3 ഇന്റർനാഷണൽ ട്രിപ്പ് കഴിച്ചത്. അത് മാത്രം പട്ടായക്കുള്ള ട്രിപ്പ് ബുക്ക് ചെയ്ത് പട്ടായ ട്രിപ്പ് എന്താ വിചാരിച്ചത്? കഴുത അച്ഛനാണ് കാലം കഴിഞ്ഞു പോയി കഴുതകളെ.
മനസ്സിലായോ? അച്ഛാ അടുത്ത് വരണ്ട കേട്ടാ. നിങ്ങളെ പരിപാടി എന്തായാലും നമ്മുടെ പരിപാടി ഞങ്ങളെ കല്യാണം കല്യാണം കഴിക്കുന്നതൊക്കെ പാടാം. അത് എവിടുന്നാ പരിപാടി? കല്യാണം കഴിക്കട്ടോ ആയിക്കട്ടാ പരിപാടി നമ്മുടെ വീട്. അത് പണ്ട്. ഇതിപ്പോ എന്റെ സ്വന്തം വീടാ. അല്ല അച്ഛന്റെ നേരത്തെ എവിടെ നിറയ്ക്കണം മിണ്ടി പോകാൻ. അച്ഛന്റെ മക്കളല്ലേ ഞങ്ങള്, അതൊക്കെ അതൊക്കെ പഴയ കഥ. സാറേ കാര്യങ്ങളൊന്നും പറഞ്ഞു. അതെ, നിങ്ങൾ അന്ന് എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടില്ലേ അച്ഛനെ? അപ്പൊ ആ സമയത്ത് അച്ഛന്റെ നമ്മുടെ ഏൽപ്പിച്ച സമയത്ത് അവിടുത്തെ കുറെ സാധനങ്ങൾ ഡോക്യുമെന്റിലൊക്കെ ഒപ്പിട്ട് വന്നില്ലേ? അതിന് പല സംഗതികളുണ്ട്. അത് എനിക്ക് വായിച്ചു നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഉണ്ടല്ലോ ഈ വീടിന്റെ ആസ്തി മൂല്യം കണക്കാക്കിയിട്ട് ബാങ്കിൽ നിന്ന് ഇയാൾക്ക് 70,000 മാസം ഇത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. റിവേഴ്സ് മോർഗേജ് എന്ന് പറയും. റിവേഴ്സ് മോർഗേജ്. അങ്ങനത്തെ സംഭവം ബാക്കി പറഞ്ഞു സാർ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാ സഹപാഠികളും അയൽക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ റിവേഴ്സ് മോർഗേജ് എന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ ഈ വീടിന്റെ ആസ്തി മൂല്യം കണക്കാക്കിയിട്ട് ബാങ്കിന്റെ ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഇയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഇതിന്റെ ആസ്തി മൂല്യം കണക്കാക്കിയിട്ടാണെങ്കിൽ ഇയാൾക്ക് ഒരു 20 കൊല്ലം കൂടി 70,000 രൂപയ്ക്കുള്ള ആസ്തി മൂല്യം ഈ പ്രോപ്പർട്ടിക്ക് കിട്ടും. നിങ്ങൾക്ക് ഇനി മൂപ്പര് എത്ര കാലം ജീവിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ എത്രത്തോളം പൈസ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് തിരിച്ചടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പലിശ പറയാൻ പറ്റില്ല. കുറെ 90-100 വയസ്സ് വരെ ജീവിക്കാണെങ്കിൽ കണ്ട കാഴ്ച 100 വയസ്സ് ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ, കല്യാണമൊക്കെ നിശ്ചയിച്ചതാണ്. ഇവിടുത്തെ കല്യാണം പറഞ്ഞത് വീട്ടിലാണ്, നാട്ടിൽ തലന്ന് വരും. അച്ഛൻ എന്തെങ്കിലും ചെയ്യണം. അന്ന് നിങ്ങള് രണ്ടുപേരും കൂടി ഞങ്ങളിവിടെ കളിച്ചോണ്ടിരുന്നപ്പോ ഇല്ലായിരുന്നു. ഓർമ്മയുണ്ടോ? ചെറിയ ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഇവര് ചങ്ങായിമാരെ നിങ്ങളെ ഇറക്കി വിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഇവരെ രണ്ടുപേരെ ഇറക്കി വിട്ടില്ലേ നിങ്ങൾ? അന്ന് ഞാൻ ശപഥം ചെയ്തതാ മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പണി തരണം. മനസ്സിലായോ? അല്ല, അത് ഞങ്ങൾ അറിയില്ലായ്മ കൊണ്ടല്ലേ. അവർ തിരിച്ചു വന്ന അങ്ങനെ ജീവിതം എന്താ അത്ര മക്കളല്ലേ എന്നാലും തിരിച്ചറിഞ്ഞാലോ അല്ലേ നല്ലത്. നമ്മളല്ലേ കീഴടങ്ങി കൊടുക്കേണ്ടത്. എനിക്കറിയാം, എന്നാലും അതല്ലേ എന്റെ ഭംഗി. അല്ലെ നാട്ടുകാർ മുഴുവൻ കാണാൻ ഇതും കൂടി നീ കളിച്ചോ. കല്യാണം ഉറപ്പിച്ചതല്ലേ? നല്ല ഭാവി ആവട്ടെ. ഇനിയെങ്കിലും അച്ഛൻ എന്നെ നോക്കണം. ഇത് ഭാവി ബാക്കിയുള്ളവരോട് പാടാം. നിങ്ങൾ തിരിച്ച് ഇനി മുതൽ എന്തെങ്കിലും തരത്തിലേക്ക് വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴും എന്റെ ദയാവായിട്ടായിരിക്കും നിങ്ങൾ ഇവിടുത്തെ ജീവിതം. എന്നാല് നാടകം ഇവിടെ അവസാനിപ്പിക്കല്ലേ? പക്ഷേ ഈ സായാഹ്നത്തിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഈ നാടകം തിരിച്ചവൻ തന്നെ എന്നോട് സംസാരിക്കും. സതീഷ് റെക്കോർഡിംഗ്
സഹോദരരായ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും തന്നെ ഈ വാർദ്ധക്യം വരെ നമ്മുടെ ജീവിതം അതിൻ്റെ സമഗ്രതയിൽ നമ്മുടെ ഊർജം പരമാവധി ചെലവഴിച്ച് പലർക്കും തണലായി ജീവിച്ചവരാണ്. ഇനിയുള്ള ബാക്കി കുറച്ചു കാലം നമ്മൾ നമുക്ക് കൂടി വേണ്ടി ജീവിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തു തന്നെയായാലും അതിനെ വകവയ്ക്കാതെ നമ്മൾ മുൻപോട്ട് പോവുക തന്നെ വേണം. അതിന് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നും എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയില്ലെങ്കിൽ നമ്മളത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ആ കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഒത്തുചേരലും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അതുപോലെ തന്നെയാണ് യാത്രകൾ. ഈ നാടകത്തിൽ പരാമർശിച്ച ഉല്ലാസ യാത്രകൾ പോലും നമുക്ക് ഊർജം തരുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ സായാഹ്നം ഒരിക്കലും ഒതുങ്ങാനുള്ളതല്ല, ആഘോഷിക്കാനുള്ളതാണ് എന്ന സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭീഷ്മ ശബ്ദം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.